വലിയ കഷ്ടം തന്നെയാണ്. കാരണം ഇനി ഈ മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്നത് അടുത്ത ബുധനാഴ്ചയാണ്, ബാങ്ക് അവധിയാണ്. അപ്പോൾ എങ്ങനെ ഇവർക്ക് ഓണം ഉണ്ണാൻ സാധിക്കും, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഒരു ഓണത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം. ഇന്നലെ വൈകുന്നേരം ഒപ്പിട്ടിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് പണം ലഭിച്ചാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം സെക്രട്ടറി ഫയലിൽ ഒപ്പിട്ടില്ല എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശുചീകരണ തൊഴിലാളികളാണ്, 200ഓളം പേരുണ്ടവർ. അവർക്ക് 20,000 രൂപ വീതമാണ് ഈ ബോണസും അതുപോലെ തന്നെ ബോണസ് അഡ്വാൻസും ലഭിക്കേണ്ടത്. അത് നൽകാൻ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരും തയ്യാറാതില്ല, അതിനുവേണ്ടി മുൻകൈ എടുത്തില്ല എന്നാണ്. നമുക്കറിയാവുന്നതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കെടുകാര്യസ്ഥത മൂലം ഒരു 2 കോടിയിലധികം രൂപ ഇവിടെ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ തന്നെ തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം വീണ്ടും ഒരു അനാസ്ഥ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ INTUC തന്നെ ഈ UDF ഭരിക്കുന്ന നഗരസഭയിൽ ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വന്നത്. നമ്മളോടൊപ്പം ജീവനക്കാർ കൂടി ചേരുന്നുണ്ട്. നിങ്ങൾ എത്ര പേരാണ് ഉള്ളത്? 200ഓളം. നിങ്ങളുടെ ബോണസ് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് അഡ്വാൻസ് കിട്ടിയിട്ടില്ല. ബോണസ് സബ്സ്റ്റിറ്റ്യൂട്ടുകാർക്ക് കിട്ടിയിട്ടില്ല, സ്ഥിരം ജീവനക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവിച്ച 5 മണിയായപ്പോൾ ഞങ്ങളിവിടെ വന്നിരുന്നു. 5 മണിയായപ്പം സെക്രട്ടറി ഇറങ്ങി അങ്ങ് പോയി, ഒപ്പിട്ടില്ല. അതാണ് സംഭവിച്ചത്. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഇന്ന് വന്ന് ഇവിടെ ധർണ ഇരിക്കുകയാണ്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്നോടം വരെ ഇവിടെ ഇരിക്കും. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇപ്പം കയറുമെന്ന് പറഞ്ഞു. 5 മണി വരെ കയറുമെന്ന് പറഞ്ഞു. പിന്നെ കയറിയില്ല. മൊത്തം ആളുകൾക്കും കിട്ടിയിട്ടില്ല. ഇല്ല, ആർക്കും കിട്ടിയിട്ടില്ല. തൊഴിലാളികൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ബോണസ് അഡ്വാൻസ് കിട്ടി സ്ഥിരം ജീവനക്കാർക്ക്. അഡ്വാൻസ് ഉണ്ട്. എല്ലാവർക്കും മറ്റേ ഈ പകരം ജീവനക്കാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അലവൻസും കിട്ടിയിട്ടില്ല, ഇതിന്റെ അഡ്വാൻസും കിട്ടിയിട്ടില്ല. അവർക്കുള്ള ബോണസ് ഒന്നും കിട്ടിയിട്ടില്ല. എംപ്ലോയ്മെന്റ് പകരം സബ്സ്റ്റിറ്റ്യൂട്ടുകാർക്ക് കിട്ടിയിട്ടില്ല. 20,000 രൂപ വെച്ചുള്ള അഡ്വാൻസ് ഉണ്ട്, അത് കിട്ടിയിട്ടില്ല ആർക്കും. 200 പേർക്കും കിട്ടിയിട്ടില്ല. നമ്മളോടൊപ്പം INTUCയുടെ നേതാക്കളുമുണ്ട്. എന്താണ് സംഭവിച്ചത്? UDF ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഇവിടെ ഓണം അഡ്വാൻസ് ഈ 200 തൊഴിലാളികൾക്കും കൃത്യമായി നൽകേണ്ടതാണ് നിയമപരമായി. അത് നൽകുന്നതിന് വേണ്ടിയുള്ള ഫയൽ സെക്രട്ടറി ഒപ്പിടാതെ പോയി എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് INTUC ഉന്നയിക്കുന്നത്. ആ അഡ്വാൻസ് ഫയൽ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ആ പൈസ മാറി ഇവരുടെ അക്കൗണ്ടുകളിൽ കയറത്തുള്ളൂ. അത് ഒപ്പിടാതെ പോയതോടുകൂടി ഇനി 4-5 ദിവസം കഴിഞ്ഞ് മാത്രമേ ഇവിടെ ഓഫീസ് തുറക്കത്തുള്ളൂ. ബാങ്ക് അവധിയാണ്. എല്ലാ വിധത്തിലും ഈ തൊഴിലാളികൾക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയി ഈ സെക്രട്ടറിയുടെ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇവിടെയുള്ള ജീവനക്കാർക്ക് ബോണസ് അഡ്വാൻസും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിൽ നിന്ന് വന്നവർക്ക് ബോണസും കിട്ടിയിട്ടില്ല. ബോണസുമില്ല, ഒരാനുകൂല്യമില്ല. എംപ്ലോയ്മെന്റിൽ നിന്ന് വന്നവർക്ക് ഒരു ആനുകൂല്യം കിട്ടിയില്ല. സ്ഥിരം ജീവനക്കാർക്ക് ഓണം അഡ്വാൻസും കിട്ടിയില്ല, മറ്റാനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല. ഇൻസ്റ്റീരിയർ സ്റ്റാഫിന് മുഴുവൻ ആനുകൂല്യങ്ങളും ഒപ്പിട്ടിട്ടാണ് അദ്ദേഹം പോയത്. ഇവിടെ തൊഴിലാളികളായ ശുചീകരണ തൊഴിലാളികളോട് വളരെ വിവേചനപരമായ ഒരു സമീപനമാണ് ഈ സെക്രട്ടറി സ്വീകരിച്ചതെന്നുള്ള ആരോപണമാണ് INTUCക്കുള്ളത്. ഓക്കെ, അതാണ് സെക്രട്ടറിക്കെതിരെയാണ് ആക്ഷേപം. എന്തായാലും സ്ത്രീകളടക്കമുള്ളവരുണ്ട്. ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്, ഉത്രാടമാണ്. നാളെ തിരുവോണത്തിലേക്ക് പോകേണ്ടതാണ്. വീടുകളിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി കുട്ടികളടക്കം കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് ഈ തുച്ഛമായ തുക പോലും നൽകാൻ നഗരസഭ തയ്യാറാകാതിരുന്നത്. എന്തായാലും കോട്ടയം നഗരസഭയിൽ കടുത്ത കെടുകാര്യസ്ഥത എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിൽ ആവശ്യമാണ്. അനുജ, അതാണ് നാളെ തിരുവോണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ മലയാളികൾ ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലാണ്. അതിനിടെയാണ് ശുചീകരണ തൊഴിലാളികൾക്ക് ഓണം ബോണസോ അഡ്വാൻസോ നൽകാതെ സെക്രട്ടറി പോയിരിക്കുന്നത്. ഫയലിൽ ഇന്നലെ ഒപ്പിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളെല്ലാം അവധിയാണ്. അപ്പോൾ ഇവർക്ക് എപ്പോഴാണ് പൈസ കിട്ടുക എന്നതിലൊക്കെ വലിയ അനിശ്ചിതത്വമുണ്ട്. INTUCയുടെ നേതൃത്വത്തിൽ നഗരസഭ ഉപരോധിക്കുകയാണ്. വലിയ പ്രതിഷേധം നടക്കുന്നു. ഇതിൽ അധികൃതരുടെ ശ്രദ്ധ പതിയുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അധികൃതരുടെ ശ്രദ്ധ പതിയട്ടെ.